ഇന്നത്തെ അറിയിപ്പുകൾ. ഇടുക്കിയിൽ മൂലമറ്റം പവർ ഹൌസ് 1 മാസത്തേക്ക് അടയ്ക്കും. സംസ്ഥാനത്ത് 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകാൻ സാധ്യത. ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മൂലമറ്റം പവർ ഹൌസ് 1 മാസത്തേക്ക് അടയ്ക്കുന്നു. അടുത്ത മാസം 11 മുതലാണ് സമ്പൂർണ്ണ ഷട്ട് ഡൌൺ. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് പവർ ഹൌസ് അടയ്ക്കുന്നത്. മൂലമറ്റം പവർ ഹൌസ് അടക്കുന്നതോടെ ഒരു ദിവസം 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും. താൽക്കാലികമാണെങ്കിലും മൂലമറ്റം പവർ ഹൌസിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കുന്നതോടെ മഴ തുടർന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. നിലവിൽ തുലാവർഷത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വലിപ്പമേറിയ ഭൂഗർഭ ജല വൈദ്യുത നിലയങ്ങളിൽ ഒന്നാണിത്. പവർ ഹൌസിന്റെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ 3 അണക്കെട്ടുകളിൽ കുളമാവിന് സമീപമുള്ള ടണലുകൾ വഴിയാണ് മൂലമറ്റം പവർ ഹൌസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായ ജലമെത്തിക്കുന്നത്. തൊടുപുഴയാറിലേക്കാണ് ഇവിടെ നിന്നും പുറന്തള്ളുന്ന ജലം എത്തിച്ചേരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അതിതീവ്ര ചുഴലിക്കാറ്റായി കരുത്താർജിച്ച് മൊൻത. കാക്കിനടയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതായി സൗത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. മോൻത ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തിയാർജിച്ചു. ആന്ധ്രാ തീരത്തെ കടൽക്ഷോഭം ശക്തമായി. തിരമാലകൾ 4 മീറ്റർ വരെ ഉയരാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വൈകിട്ടോടെ ചുഴലിക്കാറ്റ് കരതൊടും. നിലവിൽ ആന്ധ്രയിലെ കാക്കിനട തീരത്ത് നിന്നും 150 കിലോമീറ്റർ അകലെയാണ് മോൻത ചുഴലിക്കാറ്റുള്ളത്. മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിൽ മോൻത തീരത്തേക്ക് അടുക്കുകയാണ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിലാവും മോൻത തീരം തൊടുക. 110 കിലോമീറ്റർ വരെ വേഗത പ്രാപിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. മോൻത ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടാനിരിക്കെ വിവിധ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതായി സൗത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. പാസഞ്ചർ ട്രെയിനുകളും എക്സ്പ്രസ് ട്രെയിനുകളും റെയിൽവേ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് ജാർഖണ്ഡിലെ ടാറ്റാനഗറിൽ നിന്നും പുറപ്പെട്ട ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് റായ്പൂർ വഴി തിരിച്ചുവിട്ടു. ആന്ധ്രയിലെ വിജയവാഡ, രാജ്മുന്ദ്രി, കാക്കിനട, വിശാഖപട്ടണം, ഭീമാവരം വഴിയുള്ള ട്രെയിനുകളാണ് പ്രധാനമായും റദ്ദാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നവംബർ മാസത്തിൽ കേരളത്തിൽ നിന്ന് ബംഗളൂരു വഴി സത്യസായി നിലയത്തിലേക്ക് പ്രത്യേക ട്രെയിൻ പ്രഖ്യാപിച്ച് റെയിൽവേ. നവംബർ 19, 21 എന്നീ തീയതികളിൽ കേരളത്തിൽ നിന്നും 20, 22 എന്നീ തീയതികളിൽ സത്യസായി നിലയത്തിൽ നിന്നുമാണ് ട്രെയിൻ സർവീസ് നടത്തുക. ഇരുഭാഗങ്ങളിലേക്കുമായി ആകെ 4 സർവീസുകൾ മാത്രമാണ് ഉണ്ടാവുക. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ തൊഴിൽ മേള നവംബർ 15-ന് തിരുവനന്തപുരം ഗവൺമെന്റ് ITI മരിയാപുരത്ത് സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ തൊഴിൽദായകർ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ പങ്കെടുക്കാം.